അതുകൊണ്ട് നിന്നെ അയക്കുവാൻ വയ്യ. അത് കേട്ട് ദൈവമല്ലേ തിരിച്ച് പള്ളി വന്നെന്നങ്ങെടുക്കുമി കാലിക്ക് അതിനെ കണ്ടാൽ വിഴുങ്ങുമി കാലി. നേരെ തിരിച്ചവൾ പള്ളി വന്നങ്ങ് എടുക്കുന്നു ഭദ്രകാളി. താമൃതാളം നല്ല താമൃതാളം, താമൃതാളം നല്ല താമൃതാളം, താമൃതാളം നല്ല താമൃതാളം പാടും കൊണ്ടുവന്നുടിയമ്മേ. താമൃതാളം നല്ല താമൃതാളം, താമൃതാളം നല്ല താമൃതാളം, താമൃതാളം നല്ല താമൃതാളം പാടും കൊണ്ടുവന്നുടിയമ്മേ. എന്താ മോളെ? അച്ഛാ, നമുക്കങ്ങ് നാട്ടിൽ പോയാലോ? പാതിരാത്രിയിലോ? മോളുടെ ഉറങ്ങിക്കേ. അച്ഛാ, ഞാനൊരു സ്വപ്നം കണ്ട്. അച്ഛാ, കഴിഞ്ഞ പ്രാവശ്യം അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെ വള്ളത്തിൽ കയറിയതും തിരുവാതിര കണ്ടതും പുലികളികളൊക്കെ കണ്ടത് ഒക്കെ സ്വപ്നത്തിൽ വരുന്ന അച്ഛാ. പാവ അപ്പൂപ്പനും അമ്മൂമ്മയും ഒറ്റയ്ക്കല്ലേ അച്ഛാ? നമുക്ക് പോയാലോ നാട്ടിലേക്ക്? ഇന്നലെ കുറേ അമ്മൂമ്മ കരഞ്ഞു. എന്റെ പൊന്നു മോളെ, നമ്മൾ അപ്പൂപ്പനെയും അമ്മൂമ്മയും മനഃപൂർവ്വം ധരിച്ചേക്കുന്നതാണോ? നമ്മൾ ജോലിക്കായിട്ട് വന്നതല്ലേ. നീ തൽക്കാലം കിടന്ന് ഉറങ്ങും. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ പറ്റുമോ? ഇച്ചിരി ഒന്ന് ആലോചിക്കട്ടെ, നേരം എടുക്കട്ടെ. ഇവനെന്താ രാവിലെ വിളിക്കുന്നത്? ഹലോ, നീ എഴുന്നേറ്റായിരുന്നോ? എന്താടാ പതിവില്ലാതെ രാവിലെ ഒരു വിളി? എടാ, നാട്ടിലെ അച്ഛനും അമ്മയും തനിച്ചല്ലേ. ഞങ്ങളവിടെ ഇല്ലാത്തതുകൊണ്ടേ അവർ ഓണമൊന്നും ആഘോഷിച്ചില്ല. മോളാണെങ്കിൽ അതൊരു സ്വപ്നം കൂടെ കണ്ട് ആപ്പടി ടെൻഷനായി പോടെ. പിന്നെ കുറേ നാളായി പുറത്തൊക്കെ പോയിട്ടേ അവര്. നീ ഒരു കാര്യം ചെയ്യുമോ? നാളെ അവരെ കൂട്ടി ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി പോരുമോ? അത് അവർക്കൊരു സർപ്രൈസ് ആവും, ഒരു സന്തോഷമാവും. എടാ, അതൊക്കെ ഞാൻ ഏറ്റു. എടാ, ഞാനും പ്രവാസ ജീവിതം അനുഭവിക്കുന്ന ആളല്ലയോ, എനിക്കറിയത്തില്ലയോ അതിൻ്റെ വേദനയൊക്കെ. ഞാൻ നാളെ അവിടെ എത്തിയിരിക്കും. നീ ജസ്റ്റ് വീട്ടിലൊന്ന് വിളിച്ച് അവരോടൊന്ന് പറഞ്ഞേക്ക്. ഞാൻ രാത്രി വിളിക്കാം. എന്നാ വെച്ചു. ഹലോ അച്ഛാ, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, നിങ്ങളാരും ഇല്ലാത്തത് കൊണ്ട് എന്തോ ഓണോ, എല്ലാ വർഷത്തെ പോലെ ഇക്കൊല്ലം ഒന്ന് കഴിഞ്ഞു. നാളെ ഊണ് കഴിഞ്ഞിട്ടേ രണ്ടുപേരും റെഡി ആയിരിക്കും. എന്താ നാളെ നിങ്ങൾ വരുന്നോ? ഞങ്ങൾ വരുന്നൊന്നുമില്ല. പിന്നെന്തിനാടാ? അതെ, എൻ്റെ ഫ്രണ്ട് ഹരിയില്ലേ, അവൻ നാളെ വീട്ടിൽ വരും. ഓ, കാര്യങ്ങളൊക്കെ അവൻ പറയും. പിന്നെ അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ഓ, അതെ, ജോലിക്ക് പോകുന്ന സമയം നേരെ വൈകിട്ട് വാട്സപ്പ് കോളിൽ വരാവേ. ശരി മോനെ, ശരി മോനെ, വെക്കുവാണേ. ശരി 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 മോനെ. ഓ, അവിടെ ഒരു കൊഞ്ചല് കണ്ടില്ലേ? പോയി സൂഹിക്കുക. ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. അന്നേരം അവിടെ വിളിക്കാൻ കൊണ്ടൊരു നേരം. എടി, നിന്റെ മരുമോളല്ല, മോനാ വിളിച്ചത്. അച്ഛോ, അമ്മേ, ഇവിടെ ആരും ഇല്ലയോ? എല്ലാവരും എവിടെ പോയി? ഈ വയസ്സായ കാലത്ത് ഞങ്ങൾ എവിടെ പോവാനാണ്? എന്നെ മനസ്സിലായോ? പിന്നെ നീ വള്ളിനിക്കർ ഇട്ടുന്ന കാലം പോലെ എനിക്ക് അറിയാവുന്നതല്ലേ. പിന്നെ നീ ഗൾഫിലൊക്കെ പോയി വലിയ ആളായി പോയില്ലേ? അപ്പോഴേ
ഞാനൊരു സർപ്രൈസ് തരാനായി ഇപ്പോൾ വന്നത്. രണ്ടുപേരും ഒന്ന് റെഡി ആയിക്കേ, നമുക്കൊരു ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വരാം. ഒന്നും വേണ്ടാടാ, ഒത്തിരിയൊക്കെ കണ്ടതല്ലേ. പിള്ളേർ പ്രായമായി കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തോന്ന് അച്ഛനും അമ്മയാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. രണ്ടുപേരും പോയി വേഗം റെഡിയായി വാ, നമുക്കങ്ങോട്ട് പോവാം. വന്നാട്ടെ, വണ്ടിയിലോട്ട് കയറിക്കേ. വന്ന അച്ഛാ, ശ്രീനി ഇന്നലെ വിളിച്ചായിരുന്നല്ലോ അല്ലയോ? ആ വിളിച്ചു. നമുക്ക് അല്പം ഊർജ്ജം സംഭരിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ? നമുക്ക് ആഹാരം കഴിച്ചിട്ടങ്ങ് പോവാം. രാവിലെ കഴിച്ചതാ, അത് മതിയടാ പോയി. ആ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് നേരെ വിട്ടങ്ങ് പോവാം. എന്നാ പിന്നെ അങ്ങനാട്ടെ. ആ ഓക്കെ. ഏതായാലും നമ്മളൊരു യാത്ര പോവില്ലേ, നമുക്ക് അമ്പലത്തിൽ കയറി തൊഴുതിട്ടങ്ങ് പോയാലോ? ഓ, നീ ഇപ്പൊ അമ്പലത്തിലൊക്കെ പോവില്ലേ? പിന്നെ ഞാനായിട്ട് തന്നെ പോകാതിരിക്കുന്നേ. ആ പാടം നിറയെ താമരപ്പൂ പൂത്തേക്കുന്നുണ്ടോ? ദേ നോക്കിയേ, നമ്മളിപ്പോൾ എവിടെ എത്തിയെന്നറിയാമോ? അത് തൊട്ടിട്ടില്ലടൂ. ഇനി നമുക്ക് പയ്യെ പയ്യെ ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാം. വാ, നമുക്ക് പതുക്കെ വിടാം. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകിളി സദനമാമെൻ കേരളം. പൂവണി പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും കുന്നെല്ലിൻ പാടത്തിലൂടെ, മാവേലി മന്നന്റെ മാണിക്യത്തേരുവരും മാനസപ്പൂക്കളങ്ങളാടും ആടും. സുനന്ദാദിയോ
കൊമ്പും കുഴലും ഇടം കയ്യിൽ പാമ്പിന്റെ വാലും പശുമെഞ്ഞാലും പോലും വിപണ്ണമങ്ങൾ കൂടുതലും കൊണ്ടുവരും പുരുഷനെത്തന ഭംഗിയകെട്ട മൂടി അന്നത്തെ ദേവാദികൾ എത്ര കൂടി ഇത്തരം ഒട്ടു കഴിഞ്ഞ നേരം സത്വരം സത്തക്കാരം മുഴങ്ങി ഇത്തരം ഒട്ടു കഴിഞ്ഞ നേരം സത്വരം സത്തക്കാരം മുഴങ്ങി പട്ടികൾ കാണൂ പഴം ചോര ശ്രദ്ധിച്ചു വീണു മൂരയിട്ടം കത്തിച്ചു കേണു മുരളി മുഖപ്രേമമാണു ഭഗവാനെ രക്തവൾ കണ്ടാലും മുത്തച്ചൂടിനാൾ നിമിത്തം മനോഹര നീളം കൂടി ശിവനത്ര ദേവാദികൾ പുഷ്പവിശ്രീ കാഴ്ചകളൊക്കെ കണ്ടിട്ടിരുന്നാൽ മതിയോ? സമയം ഒത്തിരി ആയി, നമുക്കൊക്കെ തിരിച്ചെത്തണ്ടേ? ബാ, എഴുന്നേക്ക്. അപ്പോഴേ നമ്മൾ രാവിലെ കയറാൻ ഉദ്ദേശിച്ച കടയിൽ കയറിയാ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നമ്മളിപ്പോൾ എത്താറായി. ഇവർക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. അത് സാരമില്ല, ഇവിടെ ഞാനിപ്പോൾ അവിടെ നിന്ന് പാഴ്സൽ വാങ്ങിച്ചു. അപ്പൊ നമ്മൾ എവിടെ കയറുന്നത്? നമുക്ക് തന്നെ ഈ മുരളി ഹോട്ടലിൽ കയറാം. നല്ല ഹോട്ടൽ, ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ആഹാരം, നല്ല ആഹാരം. അപ്പം ഈ 2 ചപ്പാത്തിയും ഒരു എഗ്ഗ് റോസ്റ്റ്, പിന്നെ ഒരു പാഴ്സലും 2 ചപ്പാത്തി, 3 ചപ്പാത്തി വെക്കാം. 3 ചപ്പാത്തി എഗ്ഗ് റോസ്റ്റും വെച്ചോ. ഇപ്പോഴേ ഇയാളെ പോകുന്നില്ലേ നീ? ഈ ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലേ ഈ കുട നമുക്കൊക്കെ ഒരു ബാധ്യതയില്ലയോ? അതാണ് ഞങ്ങളുടെയൊക്കെ അവസ്ഥ.
ഇതൊക്കെ ഒത്തിരി എനിക്കറിയാം. ഞാൻ 30 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്തു. ഈ 30 കൊല്ലം ജോലി ചെയ്തുണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം പിന്നെ പെങ്ങന്മാരെയൊക്കെ അയച്ചു, അനിയന്മാരെയൊക്കെ പഠിപ്പിച്ചു, സ്ഥലം വാങ്ങിച്ചൊരു വീടും വെച്ചു. സമ്പാദ്യം എല്ലാം അങ്ങ് തീർന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ല വിലയുണ്ടോ? നല്ല നല്ല കാര്യങ്ങളല്ലേ ചെയ്തതല്ല. നാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ സഹായിച്ചു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ ഇപ്പോൾ ആരും നോക്കാനൊന്നുമില്ല. അത് മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണത്. ഇതെൻ്റെ മാത്രമല്ല, സാധാരണക്കാരായ പ്രവാസികളുടെ എല്ലാ അവസ്ഥ ഇതാ. അവിടെ പിന്നെ സമ്പന്നരും ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സത്യം. അതെ. അപ്പോൾ നീയാൾ ഇതങ്ങ് അവസാനിപ്പിച്ചു, ഇനി പോകുന്നില്ലയോ? ഇനി പോകുന്നില്ലയോ എന്ന് ചോദിച്ചാലേ, ഈ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഞങ്ങളൊക്കെ അങ്ങ് കോടികൾ സംഭവിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നവരാണ്. ഞങ്ങളുടെ ആരുടെ അവിടുത്തെ ജീവിതം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഞങ്ങളുടെ ഈ പ്രവാസികളായ സാധാരണക്കാരൻ്റെ ജീവിതം നേരിട്ട് കാണാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ സംശയവും ചോദ്യങ്ങളും ഒക്കെ ചോദിക്കുന്നത്. കുറച്ചൊക്കെ എനിക്കറിയാം. കാര്യം എൻ്റെ മോനൊരു പ്രവാസിയായിട്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരിയൊക്കെ എനിക്കും അറിയാം. പിന്നെ ഒരു രഹസ്യം കൂടെ പറയാം. ഞാൻ നാളെ ഒന്ന് തിരിച്ചു പോവാം. ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. ഇന്ന് ചെന്ന് രാത്രി സംസാരിക്കാൻ നേരത്തൊന്ന് പറയാം. അപ്പം ഇനിയും ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം ജീവിക്കാൻ. അതൊക്കെ ശരിയാവും മോനെ. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥയാണ്. അതൊരു താഴ്ച. എന്നാലും മോനെ ഒരു പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായപ്പോൾ വളരെ സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. പോകാതിരിക്കരുത്. നമ്മളൊരു ലക്ഷ്യം ഉണ്ടാവണം നമുക്ക്. അല്ല, പിന്നെ നിനക്ക് ഭാര്യയും മക്കളൊന്നും ഇല്ലയോ? അച്ഛാ, എനിക്ക് ഭാര്യയും ഉണ്ട്, മക്കളും ഉണ്ട്. പക്ഷേ എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഭാര്യ വീട്ടിലാണ്. അവർക്ക് സന്തോഷം അവിടെ ആണെങ്കിലും ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. കാരണം ഈ ഞങ്ങൾ സാധാരണക്കാരനായ പ്രവാസികൾ ഞങ്ങളുടെ സന്തോഷത്തെക്കാട്ടി വലുതാണ്. ഫാമിലി സന്തോഷിക്കുന്നതാണ്. അവർ സന്തോഷിച്ചോട്ട്. അവർക്ക് അവിടെ നിൽക്കാനാണ് താല്പര്യമെങ്കിൽ അവിടെ നിന്നോട്ട്. പക്ഷേ ജീവിതകാലം മുഴുക്കി അങ്ങനെ ചെയ്യാൻ പറ്റുമോ മോനെ? അതും കൂടെ ആലോചിക്കണ്ടായിരുന്നു. നിനക്കൊരു ഭാവിയൊക്കെ വേണ്ടായോ? അവളങ്ങനെ തീരുമാനിക്കത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ? വീട്ടിലെ കുടുംബത്തിൽ വഴക്കുണ്ടാക്കാതെ നിൽക്കട്ടെ. അപ്പം എല്ലാവർക്കും വേണ്ട എന്തുവാ? സമാധാനവും ശാന്തിയൊക്കെ. സമാധാനം മാത്രമല്ല, സാമ്പത്തികം. അതാ മെയിൻ. അതുണ്ടെങ്കിൽ എല്ലാം തന്നെ താഴെ വരും. അതില്ലെങ്കിലോ? അതാണ് അവസ്ഥ. അതുകൊണ്ട് അവരവരുടെ സന്തോഷം നോക്കി അവിടെ ജീവിക്കട്ടെ. അവനെ അവൻ്റെ പെണ്ണുപിള്ളയും കൊച്ചിനെയും വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടല്ലായിരുന്നു ആദ്യം പോയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ നിർത്താറുണ്ടല്ലോ. ആരുടെ കുഴപ്പമാണ്? അവർക്ക് അവരെന്ന് കേട്ട ചതുർത്ഥിയാ മരുമോളെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇത്രയും അത് വൈരാഗ്യ ബുദ്ധിയായിട്ടാണ് പെരുമാറുന്നത്. അത് ഞാൻ പലപ്പോഴും അവളെ താക്കീത് കേട്ടോ, അത് ശരിയല്ലെന്ന്. അവൾ കേൾക്കണ്ടേ, അനുഭവിക്കട്ടെ. ഈ മക്കളവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള അച്ഛനും അമ്മ അറിയുന്നില്ലല്ലോ. നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് പൈസ കൈ വരും. ഒരു മാസം തെറ്റിയാലോ പരാതിയായി. ഒരു മാസം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങൾക്ക് അവിടെ വേറെ പെണ്ണുപിള്ളയുണ്ട്. ഇതാവസ്ഥ. ഇതോ രണ്ട് ടീ മതിയോ? കടിഞ്ചായ. അപ്പോൾ ഒരു കടിഞ്ചായയും എനിക്കൊരു ചായയും. ആ പാഴ്സലും കൂടെ വേഗം ഒന്ന് എടുക്കണേ. ഒരു കാര്യം പറഞ്ഞാലേ, അവനാൻ്റെ ഭാര്യയും കൊച്ചിനെ അങ്ങ് കൊണ്ടുപോയത് നന്നായി. ഇപ്പം സത്യം പറഞ്ഞാൽ അവനവിടെ സമാധാനമുണ്ട്. മഹാഭാഗ്യമായി പോയി. കാര്യം എവിടെ കൂടെ പറ്റത്തില്ലെന്ന് ഞാൻ പല പ്രാവശ്യം താക്കി കൊടുത്ത ഒരു രക്ഷയില്ല. അവൻ ഭാഗ്യവാനാക്കരുത്തില്ല കേട്ടോ. അപ്പോൾ അവന് പക്ഷേ ആകെ ടെൻഷൻ ഉണ്ട് അവന്. എന്താ പറയുക, നിങ്ങളെ രണ്ടുപേരെയും കുറിച്ചുള്ള വേവലാതിയാണ്. അവനവിടെ കഴിഞ്ഞ ദിവസം തന്നെ എന്നെ വിളിച്ചപ്പോഴേ കരഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നീ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ഞാൻ ഏറ്റു. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സഹപ്രവർത്തകൻ അവിടെ നിൽക്കുന്നുണ്ടെ അവൻ്റെ കാര്യങ്ങൾ അവനില്ലെങ്കിൽ നോക്കട്ടെ ഞാനില്ലേ. അപ്പം ഞാൻ പറഞ്ഞു നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ കൃത്യമായി അവിടെ ചെന്ന് എല്ലാം ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാണ് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് മോൻ ചെയ്തതെല്ലാം വളരെ വളരെ സന്തോഷമുണ്ടായി. ഹാപ്പിയായി തന്നെയല്ല, വളരെ നന്ദിയുണ്ട് അക്കാര്യത്തിൽ. എൻ്റെ മോൻ വന്ന് ഇത് കൊണ്ടുപോയി വളരെ സന്തോഷവും സംതൃപ്തി ഞാൻ കൊടുക്കും. അത് വളരെ 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 താങ്ക്സ് പറയാം. അപ്പോൾ അവനെ വൈകിട്ട് വിളിച്ച് അവന് സമാധാനം കൊടുക്കത്തക്ക രീതിയിൽ ഇനിയും മേലിൽ സംസാരിക്കാം. വൈകിട്ട് വിളിക്കുമ്പോൾ ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം പറയാം. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഓവർ ടൈം ഉണ്ടെങ്കിൽ കമ്പനിയിൽ ഓവർ ടൈം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് കഴിയുന്നത്. അവനവൻ്റെ ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റി. ഞാങ്ങ് വിചാരിച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ശമ്പളം ഇല്ലിപ്പോൾ ഇവിടെ.
ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ജോലിക്ക് അത്രയും ശമ്പളമില്ല. എല്ലാം ശരിയാവും, അതുകൊണ്ട് എല്ലാം ശരിയാവും. അപ്പോൾ ഇനി ചെന്ന ഉടനെ എനിക്കിത് കിടക്കണം, കാരണം നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഞാൻ ഇനി ചെന്നിട്ട് അവനെ ഒന്ന് വിളിക്കാം. എന്നാലും നിങ്ങളൊന്ന് വിളിച്ചോണം. നിങ്ങളുടെ വിളിക്ക് വേണ്ടിയാണ് അവനെ കാത്തിരിക്കുന്നത് കേട്ടോ. വിളിച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞോണം. ഞാനിപ്പോഴ് രണ്ടുപേരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ആ വഴി നേരെ. പിന്നെ നാളെ അവന് കൊണ്ടുപോകാൻ വല്ലതും ഉണ്ടോ? അതുകൊണ്ട് ഇന്ന് രാത്രി വന്ന് നോക്കട്ടെ, എന്തെങ്കിലും ഉപ്പേരിയോ എന്തെങ്കിലും അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഒന്നീ വീട്ടിൽ കൊണ്ടെത്തിക്കുക. അതല്ല എങ്കിൽ ഞാൻ അവിടെ ഒന്ന് കളക്ട് ചെയ്തോളാം. അതിന് വേറെ കാര്യമുണ്ട്, അവർക്ക് മരുമോളോട് ഉണ്ട് ദേഷ്യം, മോനെ വലിയ സ്നേഹമാണ്. അപ്പോൾ ഒരു സമയമില്ല. ഞാൻ രാവിലെ വെളുപ്പിനെ പോകും. അപ്പോൾ അതുകൊണ്ട് ആ വഴി വന്ന് വേണേൽ ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് പൊക്കോളാം. അപ്പോൾ അത് നന്നായിട്ട് പാക്ക് ചെയ്തൊക്കെ വെക്കണം. കഴിച്ചു കഴിഞ്ഞ് എണ്ണിച്ച് കഴിക്കും. ആയിക്കോട്ടെ. ഞങ്ങളിങ്ങനെ തിരിച്ചെത്തി. ഞാൻ അച്ഛനെയും അമ്മയും വീട്ടിലാക്കിയിട്ട് ഇപ്പം ജസ്റ്റ് വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. യാത്രയൊക്കെ അടിപൊളിയായി. അവർ രണ്ടുപേരും ഹാപ്പിയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം എന്ന് പറയുക, ഞാനൊരു സർപ്രൈസാക്കി വെച്ചിരുന്ന ഒരു കാര്യമാണ്. ഞാൻ നാളെ അങ്ങോട്ടങ്ങ് തിരിച്ചു വരിക. ഇപ്പം ഇനിയിപ്പം ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കിയാലേ പ്രവാസ ജീവിതം തന്നെ നല്ലത്. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് പഴയ കമ്പനിയിലൊരു വിസയൊക്കെ റെഡിയായി. അപ്പം ഞാൻ നാളെ രാവിലെ ഇവിടെ തിരിക്കുക. അപ്പം നേരിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വിളിക്കാം. രാവിലെ ഞാനിവിടുന്ന് എയർപോർട്ടിൽ എത്തിയ അവിടെ നിന്നെ വിളിക്കാം. ഇത്രയും സ്നേഹം നിൻ്റെ ഉള്ളിലുണ്ടായിരുന്നോ? അതല്ല ശ്രീനേട്ടാ, ഞാൻ ഇത്രയും നാൾ നിങ്ങളെ ഒത്തിരി കുറ്റപ്പെടുത്തുകയും നിങ്ങളോട് ദേഷ്യം കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതൊക്കെ അനുസരിക്കാതെ ഞാൻ ഒത്തിരി തോർത്തും കാണിച്ചിട്ടുണ്ട്. ഇനി അതൊന്നുമില്ല. പ്രവാസികളുടെ കഷ്ടപ്പാടൊക്കെ ഞാൻ ഇപ്പോഴാണ് ശ്രീനേട്ടാ നേരിട്ട് കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. നിങ്ങളെ സങ്കടപ്പെടുത്തിയതിന് എനിക്കിപ്പോൾ എന്നോട് തന്നെ പുച്ഛം തോന്നുക. ശരിക്കും എനിക്ക് പശ്ചാത്തലമുണ്ട് ശ്രീനേട്ടാ. ഇനി അതൊന്നും ഉണ്ടാകില്ല. അപ്പോഴേ പശ്ചാത്തപിച്ച് സമയം കളയണ്ട. അച്ഛന് മാത്രമല്ല ഈ അനിക്കുട്ടിക്കും കൂടെ. അപ്പൊ നീ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നു അല്ലേടി കൊച്ചു കള്ളി? എടി ഫ്ലൈറ്റ് 2 മണിക്കാണ്, എത്താറായി. ഇതൊരു അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു മിനിറ്റ്, എന്തോ അനൗൺസ് ചെയ്യുന്നുണ്ടേ. അനൗൺസ് ചെയ്തു വെച്ചില്ല. ഒന്ന് ഫ്രഷായിട്ടേ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. എടാ നിൻ്റെ ഒരു ഡ്രസ്സ് തന്നേരെ, ഞാനോട് മാറിയേക്കാം. അല്ല നിനക്കെന്താ ജോയിൻ ചെയ്യണ്ടേ? ഞാൻ 2 ദിവസം കഴിഞ്ഞ് ജോയിൻ ചെയ്യും. നിനക്കതിൽ 24 മണിക്കൂർ പണിയെടുക്കാനുള്ള. നീ 2, 3, 4 ദിവസം ലീവ് എടുത്തിട്ട് ജോയിൻ ചെയ്താൽ മതി. വീട്ടിലെല്ലാവരും തിരക്കെന്ന് പറയണം. എടാ നീ ഇറങ്ങ്, ഞാൻ വരാം. ഞായറാഴ്ച കേറിട്ട് പോവാം. വൈകിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാടാ. നീ ഇപ്പൊ ഇവിടെ തന്നെ അല്ലയോ? വൈകിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോന്നേ. ഞാൻ വരാം.